നമ്മളുടെ കുടുംബത്തിൽ ഒരുപാട് അഭിനയ പതികളുണ്ട്. ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ഉണ്ണിമായ പ്രസാദ്, അങ്ങനെ ഒരുപാടുണ്ടെങ്കിലും അഭിനേതാവെന്ന നിലയിൽ ഒരു 100 കോടി ക്ലബിൽ ആദ്യം കയറിയത് ഞാനാണ്. നമ്മുടെ പയ്യൻ ഫഹദ് ഫാസിൽ താമസമില്ലാണ്ട് കയറും. അപ്പോൾ ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരും ചെയ്തിട്ടില്ല, ഞാൻ അത് ചെയ്യുന്നു. അപ്പോൾ സന്തോഷം. ആ രീതി തന്നെ ഈ സിനിമ പുണ്യം തന്നെയാണ്. അപ്പോൾ ഭയങ്കര അസൂയാണ് ഇവര് ആക്ടേഴ്സായതിൻ്റെ ശല്യം എനിക്ക് സഹിക്കുക വയ്യാണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടി ഗിരീഷ് വേദി വഴി ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി എല്ലാവരും ഒന്ന് അടങ്ങി ജീവിക്കുക, ആവേശമെല്ലാം കയ്യിൽ വയ്ക്കുക. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോടുള്ള ഒരു പ്രതികാരം തന്നെ എനിക്ക് ഗിരീഷ് വേദി നടത്തി തന്നു. എന്നെ ഒരു ഓഡീഷന് നിർത്താൻ പോലും കൊള്ളില്ല എന്നാണ് മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ മോശം ആക്ടേഴ്സ് എന്ന് പോലും കല്ലിൽ നിന്ന് കവിത വിരിയിക്കുന്ന ദിലീഷ് പോത്തൻ പോലും എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗിരീഷ് വേദി എന്നെപ്പോലെ തന്നെ ഒരു ബിഎഡോ ആയതുകൊണ്ട് എന്നെ കറക്റ്റായിട്ട് മനസ്സിലാവുകയും അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം തരികയും ചെയ്തു. അപ്പം എനിക്കാണെങ്കിൽ മുന്നും പിന്നും നോക്കാനില്ലായിരുന്നു. നമുക്കറിയാം സിനിമയിലൊരു നടൻ അഭിനയിക്കാൻ വരുമ്പോൾ അത് അവരുടെ ബാധ്യതയാണ്, നന്നാക്കുക എന്നുള്ളത് നടൻ്റെ ബാധ്യതയല്ല. അപ്പം ഞാനങ്ങനെ നിന്ന് കൊടുത്തു. അത് ഗിരീഷ് വേദിയുടെ ആവശ്യമാണ്. ഗിരീഷ് വേദി നടത്തി ബ്യൂട്ടിഫുള്ളായിട്ട്. എന്നെ വെച്ച് കാമഡി കീമടിയൊന്നും പണ്ടില്ലെങ്കിൽ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ആൾക്കാരിപ്പോൾ പഴയതുപോലെയല്ല, കണ്ടാൽ തന്നെ ചിരിക്കുന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാക്കിയതിന് സില്ലിനെസ് മടങ്ങി തന്നതിന് ഗിരീഷ് വേദിയോട് പമ്പവാസ് നന്ദി പറയുന്നു. ബാക്കി വരും പോലെ കാണാം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ചേട്ടനും എത്തിയിട്ടുണ്ട്. ചേട്ടാ വെൽക്കം. സോ ഹാപ്പി ടു സീ യു ബോത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോകട്ടെ. എന്താ എഴുതുക? ഞാനല്ലേ എഴുത്തുകാരൻ.